പ്രമുഖ ഇൻഫ്ലുവൻസറും അതുപോലെ യൂട്യൂബറും ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വൈഫ് ഒരു ബസ് ജീവനക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്നുള്ള വാർത്തയാണ് രാവിലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹം നല്ല ഫാമിലി നിൽക്കുന്ന വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ സിനിമയിൽ കയറുകയും 2-3 നല്ല സിനിമ അഭിനയിക്കുകയും ഒരുപാട് ഫേം ആവുകയും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷം ആയിട്ടുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ വീടിനും അടുത്തുള്ള ഒരു വ്യക്തിയാണ്. സോ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് വിളിക്കാനോ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയല്ല അങ്ങനെ ചോദിക്കാൻ പറ്റുന്നത്. ഇങ്ങനൊരു സംഭവം നടക്കാതിരിക്കട്ടെ, അങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ആയിരിക്കണമേ എന്നാണ് എൻ്റെ ഒരു ഒരു പ്രാർത്ഥന. കാരണം ആളുകൾ നോക്കുമ്പോൾ അദ്ദേഹം നല്ല ഫേമാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി മില്യൺസ് ഫോളോവേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യരാണ് ഇവരെല്ലാവരും, ആരായാലും മനുഷ്യരാണ്. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര പൈസ ഉണ്ടെന്നോ, നമുക്ക് കാറിൻ്റെ എണ്ണം ഉണ്ടെന്നോ, നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കലി അറിയപ്പെടുന്ന ആൾക്കാരോ അതൊന്നും ആരും അന്നേരം ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. നമ്മൾ മെൻ്റലി ഒരുപാട് ഡൗൺ ആയിപ്പോവും. മാത്രമല്ല ഈ 2 വ്യക്തികൾ മാത്രമായിട്ടുള്ള പ്രശ്നമല്ല ആക്ച്വലി. കാരണം 2 വീട്ടുകാരും 2 കുടുംബക്കാർ 2 ബന്ധുക്കൾ, ആ ഒരു വലയം തമ്മിലുള്ള ഒരു ബോണ്ടാണ് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. മാത്രമല്ല ഇവർ തമ്മിൽ പിന്നെ ശത്രുക്കളാവുകയും അത്രയും നാൾ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന 2 വ്യക്തികൾ കൂടാതെ 2 കുടുംബങ്ങളും 2 ബന്ധുക്കളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കണ്ടാൽ മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. അതുമാത്രമല്ല സമൂഹത്തിന് മുന്നിൽ പ്രത്യേകിച്ച് ഇതുപോലെ ഫേമസ് ആയി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പോലും അറിയാത്ത നമ്മളെ അറിയാത്ത ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിലായാലും മുഖ്യമാധ്യമധാരയിലും അല്ലെങ്കിൽ പല ഊടുവഴിയിലും മീൻസ് അന്തിച്ചർച്ചയിലും ഒക്കെ നമ്മളെപ്പറ്റി സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. സോ എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ മറ്റു പലരുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ 95% അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. കാര്യം സോഷ്യൽ മീഡിയയിൽ കൂടാണ് നമ്മൾ അദ്ദേഹത്തിനെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളെങ്കിലും ഒരു പരിധിവരെയൊക്കെ മനുഷ്യർക്ക് ഒരു ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ. കാരണം അതാണല്ലോ നമ്മുടെ ബിഗ് ബോസ് പോലുള്ള പരിപാടികൾ വൈറലാവുന്നത്. ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ എല്ലാവർക്കും അഭിനയിച്ചൊക്കെ നിൽക്കാൻ പറ്റും. പിന്നീട് അവരവരുടെ സ്വന്തം മൈൻഡ് പുറത്തോട്ട് വരും, അല്ലെങ്കിൽ അവരുടെ നല്ല സ്വഭാവമാണോ കുതിര സ്വഭാവമാണോ അത് പുറത്തോട്ട് വരിക തന്നെ ചെയ്യും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം അത്ര വലിയ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. മാത്രമല്ല സിനിമയും മറ്റു കാര്യങ്ങളായിട്ടുള്ള പാഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ പാഷൻ്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇടയ്ക്ക് അതായത് 2 വർഷം പോലും ആയിട്ടില്ല കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ നേരത്തെ ഉള്ള പ്രേമബന്ധമായിരുന്നെങ്കിൽ അവർക്ക് നേരത്തെ വിളിച്ചോടി പോകായിരുന്നു, അതല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞ് കല്യാണം നടത്തായിരുന്നു. അതല്ല ഒരു ചെറുക്കൻ്റെ ജീവിതം കൂടി നശിപ്പിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്കറിയുന്നില്ല, 2 പേരുടെ ഒരു കോംബോ എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഒരാൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി, മറ്റേ ആൾ ഒരു ബസ് ജീവനക്കാരൻ. അപ്പോൾ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു ഫേമസ് ഉള്ള ആൾക്കാരുടെ കൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ അങ്ങനെ ലളിതമായി ജീവിക്കുന്ന ഒരു, ഞാൻ ഉദ്ദേശിച്ചത് ആരെയും ഉയർത്തിയോ താഴ്ത്തിയോ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരുപാട് തട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഉണ്ട്, അതല്ല മിഡിൽ ക്ലാസ് ആൾക്കാരുണ്ട്, അപ്പർ ക്ലാസ് ആൾക്കാരുണ്ട്, ലോവർ ക്ലാസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ഒരു ജീവിതം വേണമെന്ന് ആ കുട്ടിക്ക് തന്നെ തീരുമാനിക്കുമായിരുന്നു. അതല്ല അതിന് ഒളിച്ചോടാനെങ്കിൽ ഇതിന് മുന്നേ സമയം ഉണ്ടായിരുന്നു. ഇതന്നെയല്ല ഇവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിരുന്നെങ്കിൽ ഇവർക്ക് വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് തീർക്കായിരുന്നു, അല്ലെങ്കിൽ 2 പേർക്ക് ആരെ അറിയിക്കാതെ 2 പേർക്ക് തമ്മിൽ പറഞ്ഞ് തീർക്കായിരുന്നു. അതും പറ്റിയില്ലെങ്കിൽ ഒരു ശാഖ SNDP NSS അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ കല്യാണം നടത്തി ആരാന്ന് വെച്ചാൽ അങ്ങനെ സംസാരിച്ച് തീർക്കായിരുന്നു. ഇതൊന്നും പറ്റിയില്ല, 2 പേർക്ക് സംസാരിച്ച് മ്യൂച്വലിലേക്ക് പോകായിരുന്നു. അതും പറ്റിയില്ലെങ്കിൽ അവർക്ക് ഡിവോഴ്സ് ചെയ്ത് പോകായിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാതെ മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്, നമ്മൾ എത്ര വെസ്റ്റേൺ കൺട്രി ജീവിക്കുകയാണെങ്കിൽ പോലും, ഞാൻ ഇപ്പോഴും പറയാം, ഞാനിപ്പം താമസിക്കുന്നത് ലണ്ടനിലാണ്. മോസ്റ്റ് മോഡേൺ ആഡംബരത്തിൻ്റെ അങ്ങേയറ്റം നമ്മളല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെ പറയാം, ഞാൻ നമ്മുടെ സാധാരണ പാവങ്ങൾ. അപ്പം ഇവിടെ ആണെങ്കിൽ പോലും ഈ ഇംഗ്ലീഷുകാരാണെങ്കിൽ പോലും ഇവർ 5-6 ഡിവോഴ്സുകൾ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എങ്കിൽ പോലും ഒരാളുടെ കൂടെ നിൽക്കുവാണെങ്കിൽ അവരെ ട്രസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ പാർട്ട്ണറിനെ ട്രസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ തിരിച്ചും അങ്ങനെ ചീറ്റ് ചെയ്യാതെയാണ് അവർ നിൽക്കുന്നത്. അവർക്ക് പോകണമെങ്കിൽ അവർ പറയും, എനിക്ക് നിന്നോട് ഇന്ന കാര്യങ്ങൾ കൊണ്ട് വിയോജിപ്പുണ്ട്, നമ്മുടെ ബോണ്ടിങ് ശരിയാവുന്നില്ല, നമുക്കിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് ഹാപ്പിലി ഡിവോഴ്സ് ചെയ്ത് പോകാം എന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്ത്, അല്ലാതെ 2 പേര് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടായിട്ട് നിന്നിട്ട്, അല്ലെങ്കിൽ 2 പാർട്ട്നേഴ്സായിട്ടോ 2 പേര് കല്യാണം കഴിച്ച് ജീവിക്കുന്ന 2 പേര് തമ്മിൽ വെറുതെ ഇങ്ങനെ ഒരു ചീറ്റിങ് വളരെ ചുരുക്കമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇല്ലെന്ന് പറയാൻ പറ്റില്ല, വളരെ ചുരുക്കമായിട്ടേ കണ്ടിട്ടുള്ളൂ. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും ആവത്തില്ല. കാരണം അതുപോലെയുള്ള സിറ്റുവേഷൻസിലൂടെ ഞാനും കടന്നു പോയിട്ടുള്ളതാണ്. വിഷാദരോഗം ഇച്ചിരി വലിയ പ്രശ്നമാണ്. അതൊരു 3-4 മാസം എടുക്കും അതിൽ നിന്ന് കരകയറാനൊക്കെ. എന്തായാലും അദ്ദേഹം കരകയറട്ടെ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് അത് രക്ഷപ്പെടട്ടെ എന്ന് പറയാനേ പറ്റുന്നുള്ളൂ. ഇനിയും ഇത് കാണുന്ന ആരും പാർട്ട്നേഴ്സ്, ഗേൾസായാലും ബോയ്സായാലും, പോകണമെങ്കിൽ പറഞ്ഞിട്ട് പോവുക, എനിക്കിങ്ങനെ പറ്റില്ല, ഇത് ചുമ്മാതെ കേസായി ആളുകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയിപ്പിച്ച് ഒളിച്ചോടുന്നു, വീട്ടുകാർക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല, അവർ ഇത്രയും നാളും ഉണ്ടാക്കി വെച്ചിരുന്ന സാമ്പത്തികമല്ല ഉദ്ദേശിച്ചത്. നമ്മൾ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു സഹകരണവും ആളുകളുടെ മുന്നിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു വിലയും ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും എല്ലാം നശിപ്പിച്ചിട്ടാണ് പോകുന്നത്. സോ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ, ഞാൻ പറയുന്നില്ല സ്ത്രീകൾ എല്ലാം കുഴപ്പക്കാരാണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. കാരണം ഒരുപാട് സ്ത്രീകൾ കഷ്ടപ്പെട്ടും
ഭർത്താവ് കള്ളു കുടിക്കുന്നവനുണ്ടായിരിക്കും, വീട്ടിൽ വന്ന് ഇടി ഉണ്ടാക്കുന്നുണ്ട്, ഡൊമസ്റ്റിക് അബ്യൂസ് ചെയ്യുന്നവനുണ്ട്, അതല്ലെങ്കിൽ വീട്ടിൽ നോക്കാത്തവരുണ്ട്, മരിച്ചുപോയവരുണ്ട്. ഇവരെല്ലാം അതിജീവിച്ചുകൊണ്ട് വീട്ടിലുള്ള സ്ത്രീകൾ ഒരുപാട് പേര് സമൂഹത്തിൽ ഇറങ്ങി കഷ്ടപ്പെട്ട് ജീവിച്ച്, അല്ലെങ്കിൽ തുണിക്കടയിൽ നിൽക്കുന്നവരുണ്ട്, ഒരുപാട് പച്ചക്കറി കടയിലും അത് പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് മൈക്കാട് പണിക്ക് ഓട്ടോ ഓടിച്ച് ഒരുപാട് ചേച്ചിമാരും സ്ത്രീകൾ ഉണ്ട്. ഒരുപാട് പേര് സഹിച്ച് കുട്ടികളെ നോക്കി വീട് നോക്കിയും ഒക്കെ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളിടത്ത് ഒന്നും സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ചു, അങ്ങനെയുള്ളിടത്ത് ഒന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ 5% അങ്ങനെ ഉണ്ടായെങ്കിൽ ഉണ്ടായി. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ അവരുടെ വൈഫിനെ കെയർ കൊടുത്തു, എല്ലാ കാര്യത്തിനും കൂടെ കൊണ്ടുനടന്നു, എല്ലാം പറഞ്ഞത് ചോദിച്ചതും എല്ലാം മേടിച്ച് കൊടുത്തും ഒക്കെ നിൽക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാതെ ഉള്ളതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇത് അവസാനത്തെ കാര്യമൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇനിയും ഒരുപാട് പേര് ചാടാൻ നിൽപ്പുണ്ട്. ഇനിയും പുതിയ വാർത്തകൾ വരും. ഇത് ഇങ്ങനെ മൺമറിഞ്ഞ് പോകും, പഴയത് പോകും, പുതിയത് വരും. ദാറ്റ്സ് ലൈഫ്. ഓക്കെ ദെൻ ബൈ. താങ്ക് യു.